നമസ്കാരം. ഡയബറ്റിക് കെയർ ഇന്ത്യ യൂട്യൂബിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലേക്കും വ്യാപിച്ച കാര്യം നിങ്ങളോട് എല്ലാവരോടും വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഫേസ്ബുക്കിൽ കയറി ലൈക്ക്, ഷെയർ, ഫോളോ അതൊക്കെ ചെയ്യുക. ഇൻസ്റ്റയിലും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. നമസ്കാരം. ചിലർക്കെങ്കിലും എന്നെ ഒരു പ്രമേഹ രോഗിയാക്കണം എന്ന ഒരൊറ്റ ചിന്തയേ ഉള്ളൂ. ഈ ചാനൽ കാണുന്ന കമൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഷുഗറുണ്ട് എന്ന് ദിവസേന 5-8 തവണയെങ്കിലും പറയാതെ ഇവർക്ക് ഉറക്കം വരാറില്ല. എന്നാൽ സഹോദരികളെ അല്ലെങ്കിൽ സഹോദരങ്ങളെ നിങ്ങളോട് പറയട്ടെ, ഇങ്ങനെ ആഗ്രഹിക്കുന്നവരെ കുറിച്ച് മാത്രമാണ് കേട്ടോ. നിങ്ങളെ നിരാശപ്പെടുത്തിക്കൊണ്ട് എൻ്റെ HbA1c ഈ അടുത്ത കാലത്തെങ്ങും ഡയബറ്റിക് റേഞ്ചിലേക്ക് എത്തിയിട്ടില്ല. കഴിഞ്ഞ ആഴ്ചയെ നോക്കിയതായിരുന്നു. എത്ര ഞാൻ തൽക്കാലം പറയുന്നില്ല, പക്ഷെ ഡയബറ്റിക് റേഞ്ചിൽ എത്തിയിട്ടില്ല. അതിനാൽ ഇപ്പോൾ ഈ പറയുന്ന ഓണത്തിന്, നമ്മൾ 2024 ഓണത്തിന് തൊട്ട് മുമ്പുള്ള ഈ ദിവസങ്ങളിൽ ഞാൻ പ്രമേഹ രോഗിയായിട്ടില്ല. അപ്പോൾ ആ അരി അങ്ങ് വാങ്ങി വെച്ചേരും കേട്ടോ. ആവുമോ ഇല്ലയോ എന്നുള്ളതാണ് പിന്നെ ചിലർക്ക് ആശങ്ക. അതെനിക്കും അറിയില്ല, നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. ഞാൻ ആയി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിച്ചോളാം. അപ്പോൾ അവിടെ സമാധാനം. പിന്നെ ഞാൻ ഉൾപ്പെടെ ആർക്കും പ്രമേഹം പോലത്തെ ഒരു രോഗം വരരുത് എന്ന് പ്രാർത്ഥിക്കുന്നതും ആശംസിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും ഈ ചാനൽ കാണിക്കുന്നത്. ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും അങ്ങനെ ആയുരാരോഗ്യങ്ങൾ ഉണ്ടാവട്ടെ, പ്രമേഹം പോലത്തെ ഒരു മഹാമാരി ആർക്കും വരരുത് എന്ന് പ്രാർത്ഥിക്കുന്ന നല്ല മനസ്സുള്ളവരാണ് ബഹുഭൂരിപക്ഷം ഇവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ എപ്പിസോഡ്. എങ്ങനെ പ്രമേഹം വരാതെ സൂക്ഷിക്കാം എന്നുള്ളത്. അപ്പോൾ ചാടിക്കീറിട്ട് മധുരം കഴിക്കാതിരിക്കുക, അരിഭക്ഷണം ഒഴിവാക്കുക, റാഗി കഴിക്കുക, ദിവസേന ജിമ്മിൽ പോവുക, തലകുത്തി മറിഞ്ഞേക്കുക, കസർത്ത് കാണിക്കുക എന്നൊക്കെ പറയാൻ വരട്ടെ. ഇവ കൊണ്ടൊക്കെ കിട്ടുന്ന ഗുണങ്ങളെക്കാളുപരി എത്രയോ ഗുണങ്ങൾ കിട്ടുന്ന ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി. എന്താണെന്നറിയാവോ? നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന ഒരു മെഷറിംഗ് ടേപ്പ് എടുക്കുക, നീണ്ടു നിവർന്ന് നിൽക്കുക. മെഷറിംഗ് ടേപ്പ് അറിയാമല്ലോ, നീണ്ടു നിവർന്ന് നിൽക്കുക. കാൽപാദങ്ങൾ രണ്ടും അടുത്തടുത്ത് വെക്കുക. നീണ്ടു നിവർന്ന് നിന്നതിന് ശേഷം പൊക്കിളിൻ്റെ അതേ ലെവലിൽ ഈ മെഷറിംഗ് ടേപ്പ് വെച്ചിട്ട് നിങ്ങളുടെ ശ്വാസം മുഴുവൻ ഉള്ളിലോട്ട് വലിച്ച് പിന്നെ വിടുക. ഉള്ളിലോട്ട് വലിച്ച് വിടുന്ന ആ സമയത്ത് നിങ്ങളുടെ വയറിൻ്റെ ഗർത്തം എത്രത്തോളമുണ്ട് എന്ന് നിങ്ങൾ അളക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി. സ്ത്രീകളിൽ 75 താഴെയും പുരുഷന്മാരിൽ 85 താഴെയും ആണെങ്കിൽ നിങ്ങൾക്ക്, ഇപ്പൊ പ്രമേഹം ഇല്ലാത്തവരെ കുറിച്ച് മാത്രമാണ് ഈ പറയുന്നത് കേട്ടോ, പ്രമേഹം വരരുത് എന്ന് ആഗ്രഹിക്കുന്നവർക്കും. സ്ത്രീകളിൽ 75 താഴെയും പുരുഷന്മാരിൽ 85 താഴെയുമാണ്, സെന്റിമീറ്റർ താഴെയാണ് നിങ്ങളുടെ ഈ അളവ് എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും അങ്ങനെ പ്രമേഹം വരാൻ സാധ്യതയില്ല. ജനറലി ഇതൊരു നിയമമൊന്നുമല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് പ്രമേഹം വരില്ലെന്നോ അങ്ങനെ ഉണ്ടെങ്കിൽ പ്രമേഹം വരുമോ എന്ന് പറയുന്നതല്ല. ജനറലി ഈ ഒരു അളവ് ആണ് നിങ്ങളുടെ വയറിൻ്റെ ആബ്ഡമിനൽ സർക്കംഫറൻസ്, ബേസ് സർക്കംഫറൻസ് എന്ന് പറയും ഇതിന്. ബേസ് സർക്കംഫറൻസ് എങ്കിൽ നിങ്ങൾക്ക് ഉടനെ എങ്ങും പ്രമേഹം വരാൻ സാധ്യതയില്ല. ഇത് തന്നെ നിലനിർത്തിയാൽ സിമ്പിൾ, വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഈ അളവിൻ്റെ അടുത്ത് എവിടെയെങ്കിലും നിൽക്കുന്ന ആളാണ്, അതായത് ബോർഡർ ലൈനിൽ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇങ്ങോട്ടല്ല ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ അങ്ങോട്ട് മറിഞ്ഞേക്കാം എന്നുള്ളൊരു ഘട്ടത്തിലാണ് നിൽക്കുന്നെങ്കിൽ ഇപ്പം തന്നെ വ്യായാമങ്ങൾ തുടങ്ങുക. എന്ത് തരത്തിലുള്ള വ്യായാമങ്ങൾ? ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ, നടന്നത് കൊണ്ടൊന്നും കാര്യമില്ല, നടന്നോളൂ, ഇഷ്ടമാണെങ്കിൽ നടന്നോളൂ. കാർഡിയോവാസ്കുലർ എക്സസൈസ് കിട്ടും. ഞാനൊരു നടന വിരുദ്ധനാണ് എന്നാണ് ചിലരെങ്കിലും പറയുന്നത്. എനിക്ക് അതിൽ കുഴപ്പമൊന്നുമില്ല. നടത്തം കൊണ്ട് പ്രമേഹ നിയന്ത്രണമോ അല്ലെങ്കിൽ അമിതഭാരം കുറയ്ക്കുകയോ ചെയ്യാൻ ഫലപ്രദമായി സാധ്യമല്ല എന്ന് തെളിവ് ഉണ്ട്. അതിനാൽ നമ്മളിപ്പോൾ ആ വിഷയത്തിലേക്ക് കിടക്കണ്ട, നടന്നോളൂ. പക്ഷെ അതിലുപരി നിങ്ങൾ ഫ്ലോർ എക്സസൈസ് ചെയ്യുക. നിലത്ത് കമിഴ്ന്ന് കിടന്ന് ചെയ്യേണ്ട വ്യായാമങ്ങൾ കൂടി ചെയ്താൽ നിങ്ങളുടെ വയറ് കുറയ്ക്കാൻ സാധിച്ചാൽ, നിങ്ങളുടെ വയറ് ഈ പറഞ്ഞ അളവുകളിൽ ഉള്ളിൽ നിർത്താൻ സാധിച്ചാൽ, അതായത് സ്ത്രീകൾക്ക് 75 സെന്റിമീറ്ററും പുരുഷന്മാർക്ക് 85 സെന്റിമീറ്ററും അളവിൻ്റെ ഉള്ളിൽ നിർത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾക്ക് സാധ്യത ഗണ്യമായി കുറയും. ഓർമ്മിരിക്കുക, ഇതിപ്പോൾ പ്രമേഹം ഇല്ലാത്ത ഒരു വ്യക്തിയാണ് താങ്കൾ എങ്കിൽ മാത്രമാണ് ബാധകം. ഇത് പ്രമേഹ രോഗികൾക്ക് വേണ്ടി അല്ല പറഞ്ഞത്. അപ്പോൾ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതിനിടയ്ക്ക് ഞാനിതും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്.
ഇവിടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. കാരണം ഇത്ര നാക്കിട്ടടിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ആകെ ചെറിയൊരു സഹായം ഇത്, ഒരു ചെറിയ പ്രോത്സാഹനം അല്ലേ? നല്ല പോയിന്റ് അല്ലേ ഇത്? ഇത്രയും ലളിതമായി നിങ്ങൾക്ക് പ്രമേഹം നിയന്ത്രിക്കാൻ വേറെ വല്ല മാർഗം പറയാൻ പറ്റുമോ? മരുന്നുകളൊന്നും വേണ്ട, ഒറ്റ പൈസ ചെലവില്ല, സിമ്പിൾ. ട്രൈ ഇറ്റ് ഔട്ട്. എന്നിട്ട് ഈ വീഡിയോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുമായിട്ട് ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിൽ കയറുക, ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.